Hi friends, welcome to a new video from English with Asee. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ പലരും തന്നെ അതിൻ്റെ ആൻസേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ പറയുകയാണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവൾ പള്ളിയിൽ പോകാറുണ്ട്. എന്താണ്? ഷീ ഗോസ് ടു ചർച്ച്. ആ സെൻറ്റൻസ് എഴുതിയതിന് ശേഷം നമ്മൾ അവൾ പള്ളിയിൽ പോകാറുണ്ടോ, അവൾ പള്ളിയിൽ പോകാറില്ല, അവൾ പള്ളിയിൽ പോകാറില്ലേ, ഈ 3 സെൻറ്റൻസ് കൂടി എഴുതണം എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? അപ്പോൾ അവൾ പള്ളിയിൽ പോകാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഷീ ഗോ ടു ചർച്ച്. അവൾ പള്ളിയിൽ പോകാറില്ല, ഷീ ഡസ് നോട്ട് ഗോ ടു ചർച്ച്. അവൾ പള്ളിയിൽ പോകാറില്ലേ, ഡസിൻ ഷീ ഗോ ടു ചർച്ച്. പശു പുല്ല് തിന്നാറുണ്ട്, കൗ ഈറ്റ്സ് ഗ്രാസ്. ഒരു പശുവാണ്, അപ്പം ഈറ്റ്സ് ആണ്. പശു പുല്ല് തിന്നാറുണ്ടോ, എന്താണ്? ഡസ് കൗ ഈറ്റ് ഗ്രാസ്. പശു പുല്ല് തിന്നാറില്ല, കൗ ഡസ് നോട്ട് ഈറ്റ് ഗ്രാസ്. പശു പുല്ല് തിന്നാറില്ലേ, ഡസ്ൻറ്റ് കൗ ഈറ്റ് ഗ്രാസ്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ചിൽഡ്രൻ പ്ലേ ക്രിക്കറ്റ്. അപ്പം ചിലർ ചിൽഡ്രൻസ് എന്നൊക്കെ എഴുതിയിരുന്നു, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ചൈൽഡിൻ്റെ പ്ലൂറലാണ് ചിൽഡ്രൻ, അതിൻ്റെ കൂടെ എസ് യൂസ് ചെയ്യരുത്. ഓക്കെ. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ, ഡു ചിൽഡ്രൻ പ്ലേ ക്രിക്കറ്റ്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറില്ല, ചിൽഡ്രൻ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറില്ലേ, ഡോണ്ട് ചിൽഡ്രൻ പ്ലേ ക്രിക്കറ്റ്. നീ പ്രാർത്ഥിക്കാറുണ്ട്, യു പ്രേ. നീ പ്രാർത്ഥിക്കാറുണ്ടോ, ഡു യു പ്രേ. നീ പ്രാർത്ഥിക്കാറില്ല, യു ഡു നോട്ട് പ്രേ. നീ പ്രാർത്ഥിക്കാറില്ലേ, ഡോണ്ട് യു പ്രേ. അവർ ഡാൻസ് ചെയ്യാറുണ്ട്, ദേ ഡാൻസ്. അവർ ഡാൻസ് ചെയ്യാറുണ്ടോ, ഡു ദേ ഡാൻസ്. അവർ ഡാൻസ് ചെയ്യാറില്ല, ദേ ഡു നോട്ട് ഡാൻസ്. അവർ ഡാൻസ് ചെയ്യാറില്ലേ, ഡോണ്ട് ദേ ഡാൻസ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നു എന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തു എന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്, ഈ കഴിഞ്ഞ എക്സസൈസ് പോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലും നാം അവസാനം എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ മറുപടികൾ അപ്പോൾ തന്നെ ഞാൻ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ഡൗട്ട്സ് ഉള്ളവർക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ആൻസേഴ്സും നൽകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അവൾ ഇംഗ്ലീഷ് പഠിച്ചു, അവൾ ഇംഗ്ലീഷ് പഠിച്ചോ, അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ല. ഓക്കെ. അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ. ഈ രീതിയിലേക്ക് നമുക്ക് അടുത്തത് എഴുതണം. അപ്പോൾ നമുക്കറിയാം, പഠിച്ചു എന്നുള്ളതിന് സ്റ്റഡീഡ്, അതായത് ഡിഡ് പ്ലസ് സ്റ്റഡി. പഠിക്കുന്നു എന്നതിന് സ്റ്റഡി അല്ലേ, അതിൻ്റെ കൂടെ ഡിഡ് ചേർക്കുമ്പോഴാണ് പഠിച്ചിരുന്നു അല്ലെങ്കിൽ പഠിച്ചു എന്ന് വരുന്നത്. അപ്പോൾ അവൾ ഇംഗ്ലീഷ് പഠിച്ചു, ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അപ്പോൾ അവൾ ഇംഗ്ലീഷ് പഠിച്ചോ എന്നാണെങ്കിൽ ആ ഡിഡ് എന്ത് ചെയ്യണം, ആദ്യം എഴുതണം. ഡിഡ് ഷീ സ്റ്റഡി ഇംഗ്ലീഷ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പുതിയൊരു വാചകം കൂടെ തരാം. അവൾ എന്താണ് പഠിച്ചത് എന്നാണെങ്കിലോ, ഈ ഡിഡ് ഷീ സ്റ്റഡി എന്നതിൻ്റെ മുമ്പിൽ എന്ത് എന്നതിന് വാട്ട് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്താവും, വാട്ട് ഡിഡ് ഷീ സ്റ്റഡി. ഓക്കെ. അപ്പോൾ അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ല, ഷീ ഡിഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുമ്പം ഡിഡിൻറ്റ് അല്ലെങ്കിൽ ഡിഡ് നോട്ട്. ഷീ ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ എന്നാവുമ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡോണ്ട് ആണ് ആദ്യം എഴുതി. അപ്പോൾ ഇവിടെ ഡിഡിൻറ്റ് ഷീ സ്റ്റഡി ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ. ഓക്കെ. ഇനി അവൾ എന്താണ് പഠിക്കാൻ അല്ലെങ്കിൽ എന്താണ് പഠിക്കാഞ്ഞത് അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്തത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലോ, വാട്ട് ഡിഡ്ന്റ് ഷീ സ്റ്റഡി. ഓക്കെ. അത് നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ 4 സെൻറ്റൻസുകൾ നോക്കൂ. അവൾ ഇംഗ്ലീഷ് പഠിച്ചു, ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ല, ഷീ ഡിഡ്ന്റ് സ്റ്റഡി ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചോ, ഡിഡ് ഷീ സ്റ്റഡി ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ, ഡിഡ്ന്റ് ഷീ സ്റ്റഡി ഇംഗ്ലീഷ്. അവൾ എന്താണ് പഠിച്ചത്, വാട്ട് ഡിഡ് ഷീ സ്റ്റഡി. ഓക്കെ. അപ്പോൾ ഈ 5 സെൻറ്റൻസുകൾ ഈ രീതിയിൽ നമുക്ക് പറഞ്ഞ് പഠിക്കണം. അപ്പോൾ എന്താകും, നമുക്ക് പെട്ടെന്ന് വാക്യങ്ങൾ നിർമ്മിക്കാം. അപ്പോൾ അവൾ പഠിക്കുന്നു എന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഷീ സ്റ്റഡീസ് അല്ലേ.
അവൾ പഠിച്ചിരുന്നു അല്ലെങ്കിൽ പഠിച്ചു. ഷീ സ്റ്റഡീഡ്. അപ്പോൾ ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്നാണ് നമ്മൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 സെൻറ്റൻസുകൾ ഇപ്പോൾ ഉണ്ടാക്കിയത്. ഓക്കെ, ആ രീതിയിലാണെങ്കിൽ നമുക്ക് ഒറ്റ വാക്ക് മതി. ഒരു വാക്കിൽ നിന്ന്, അതായത് ഈ സ്റ്റഡീഡ് എന്ന ഒരു വെർബിൽ നിന്നാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, അവൻ പോയി. ഹീ വെൻറ്റ്, WENT. ഈ വെൻറ്റ് എന്നത് എന്താണ്? ഡിഡ്. എന്തിൻ്റെ കൂടെ ഡിഡ് ആഡ് ചെയ്യുമ്പോഴാണ് വെൻറ്റ് വരുന്നത്? ഗോ. ഗോയുടെ കൂടെ ഡിഡ് ആഡ് ചെയ്യുമ്പോഴാണ് വെൻറ്റ്, WENT വരുന്നത് അല്ലേ. അപ്പോൾ അവൻ പോയി എന്താണ്? ഹീ വെൻറ്റ്. അവൻ പോയോ? അപ്പോൾ വെൻറ്റ് ഡിഡ് വെൻറ്റ് എന്ന് വരത്തില്ലല്ലോ. വെൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവണം? ഡിഡ് പ്ലസ് ഗോ. അപ്പോൾ ഡിഡ് ആദ്യം എഴുതുക. ഡിഡ് ഹീ ഗോ? ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം അവൻ പോയോ. ഇനി അവൻ പോയില്ല എന്നാണെങ്കിലോ? ഇത് തിരിച്ചു പറയൂ. ഹീ ഡിഡ് നോട്ട് ഗോ. അവൻ പോയില്ല. അവൻ പോയില്ലേ? ഡിഡിൻറ്റ് ഹീ ഗോ? ഇനി അവൻ എവിടാണ് പോയത് എന്നാണെങ്കിൽ എവിടെയാണ് പോയത്? എവിടെ എന്നുള്ളതിന് വേർ. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞു പോയോ എന്ന് ചോദിച്ചില്ലേ, ഡിഡ് ഹീ ഗോ എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ വേർ കൂടെ ആഡ് ചെയ്യുമ്പം വെയർ ഡിഡ് ഹീ ഗോ. എന്നാൽ എപ്പോഴാണ് പോയതെന്നാണെങ്കിലോ വെൻ ഡിഡ് ഹീ ഗോ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നന്നായി പഠിച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം പറയാം. ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ എന്ന് വെച്ചാൽ എന്താണ്? ഇന്നലെ മഴ പെയ്തു. ഇന്നലെ മഴ പെയ്തു. ഇന്നലെ മഴ പെയ്തോ എന്നാണെങ്കിൽ ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? ഓക്കെ, ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. അതിന് നമ്മൾ ഇന്നലെ മഴ പെയ്തു എന്നാകുമ്പം ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? ഇന്നലെ മഴ പെയ്തില്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഡിഡ് നോട്ട് റെയിൻ യെസ്റ്റർഡേ. അപ്പം ഇന്നലെ മഴ പെയ്തില്ലേ? ഡിഡിൻറ്റ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? ഡിഡിൻറ്റ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ നമുക്ക് ഇപ്പോൾ ഇനി വരുന്ന 1-2 സീരീസ് ഓഫ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു വേർഡിൽ നിന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ട് സെൻറ്റൻസും ക്വസ്റ്റ്യൻസും ഉണ്ടാക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീക്കിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ മുതൽ വളരെ കറക്റ്റായിട്ട് കണ്ടുപോകുക. അതായത് മൺഡേ മുതലുള്ള വീഡിയോ മുതൽ കറക്റ്റായിട്ട് കണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്കൊരു വളരെ നല്ല രീതിയിലൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അവൻ പോകാറുണ്ട് അല്ലെങ്കിൽ പോകുന്നു എന്നുള്ളതിന് ഹി ഗോസ് ആണ്. ഞാൻ പോകുന്നു അല്ലെങ്കിൽ പോകാറുണ്ട് ഐ ഗോ ആണ്. എന്നാൽ അവൻ പോയി എന്ന് പറയുമ്പോഴോ ഹി വെൻ്റായി. ഞാൻ പോയി ഐ വെൻ്റായി. ഓക്കെ, അവിടെ സബ്ജക്റ്റുകൾ മാറിയാലും യാതൊരു ചേഞ്ചും തന്നെ വരുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലാസ്റ്റ് കൊടുക്കുന്ന എക്സർസൈസാണ്. ആ എക്സർസൈസ് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ, അത് മറക്കരുതേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എക്സസൈസുകൾ ഒരു 5 എക്സസൈസാണ് തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ, അതായത് വെൻ, വെയർ, ഹൗ എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അതായത് 5 സെൻറ്റൻസോളം വരുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക, മറന്നു പോകരുത്. ഞാൻ അപ്പോൾ ക്വസ്റ്റ്യൻസ് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ അവനോട് ഇന്നലെ സംസാരിച്ചു. ഞാൻ അവനോട് ഇന്നലെ സംസാരിച്ചു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അവൾ ഇന്നലെ സ്കൂളിൽ പോയില്ല. അവൾ ഇന്നലെ സ്കൂളിൽ പോയില്ല. തേർഡ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ മാസം ഞങ്ങൾ മുംബൈ സന്ദർശിച്ചു. കഴിഞ്ഞ മാസം ഞങ്ങൾ മുംബൈ സന്ദർശിച്ചു. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൻ ആ ലെറ്റർ പോസ്റ്റ് ചെയ്തു. അവൻ ആ ലെറ്റർ പോസ്റ്റ് ചെയ്തു. അവൾ ഇന്നലെ അവളുടെ പാഠം പഠിച്ചു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അവൾ ഇന്നലെ അവളുടെ പാഠം പഠിച്ചു. ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പം നിങ്ങൾ എഴുതേണ്ടത് ഇപ്പോൾ അവൻ പോയി എന്നാണെങ്കിൽ അവൻ പോയി, അവൻ പോയോ, അവൻ പോയില്ല, അവൻ പോയില്ലേ, അവൻ എവിടെയാണ് പോയത്, അല്ലെങ്കിൽ എന്താണ്, എന്തുകൊണ്ടാണ്, വെൻ, വെയർ, വിച്ച്, ഹൗ, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചേർത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, വാച്ച് ആൻഡ് ഷെയർ. ദെൻ നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ്, ഒപ്പീനിയൻസും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.